ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിറയെ നാളുകൾക്ക് ശേഷം ഞാൻ എഗെയിൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് UAE ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വരുമ്പോഴൊക്കെ നിറയെ വ്ലോഗ് എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ വരുന്നതിൻ്റെ ടെൻഷൻ എല്ലാം കൊണ്ട് ഒരു വീഡിയോ പോലും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റിയത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യാതെ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ചെയ്യാനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തത്. ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിറയെ വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുന്ന എത്രയും ഞാൻ എടുക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഇവിടെ ക്ലോത്തൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ഇടാനായിട്ട് നമുക്ക് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ റൂമിൽ എന്താണെന്ന് എനിക്കറിയില്ല. ദെൻ ഈ റൂമിൽ നമുക്ക് ക്ലോത്ത്സൊക്കെ അയൺ ചെയ്യാനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ ഉള്ളതിലൊരു ബെറ്റർ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു AC ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ AC മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഹാങ്ങേഴ്സ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് അയൺ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോത്ത്സൊക്കെ മടക്കി ഇതിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതേ നമ്മുടെ റൂമിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ബെഡ് സ്പേസ് വരുന്നത് ഡോർമെട്രി ബെഡ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ബെഡ്. ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് സൈഡിൽ തന്നെ നമുക്ക് ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ ഒക്കെ നമുക്ക് പഴയ എന്ന് വെച്ചാൽ നമുക്കിനി പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരൊക്കെ വേണമെങ്കിൽ ബെഡ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ പഴയ ബെഡുകളൊക്കെയാണ് ഇരിക്കുന്നത്. പില്ലോ, ബെഡ്ഷീറ്റ് ലൈക്ക് ദാറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ബാഗ് ഞാനിതിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്, എൻ്റെ ട്രോളി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സോഫ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള 2 ഫ്ലവേഴ്സ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. നമ്മൾ അടിപൊളി ഫ്ലവേഴ്സാണ്. പിന്നെ ഇവിടെ ഒരു ജിഞ്ചറിൻ്റെ ഒരു മുട്ടായി ഇരിപ്പുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ചിപ്സ്, നമുക്ക് കഴിക്കുന്ന സാധനങ്ങൾ, കുടിക്കുന്ന വെള്ളം, അതെല്ലാം വയ്ക്കുന്നത്. പിന്നീട് നമുക്ക് ഇങ്ങനെ വരുന്നത് ഇതൊക്കെ ഇവിടെ തന്നെ റൂംമേറ്റ്സിൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് റൂമിൽ AC അവൈലബിൾ ആണ്. ഇതൊക്കെ അവരുടെയൊക്കെ ബെഡാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ നമ്മൾ ഇവിടെ പാക്കറ്റിലാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള വെള്ളം അവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൂമിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കബോർഡ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് അടിപൊളിയാണ് ഗൈസ്. ഈ റൂമിനൊരു ലുക്ക് കൊടുക്കുന്നത് തന്നെ ഈ ഒരു കബോർഡ് സിസ്റ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് എൻ്റെ ബ്യൂറോ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചിപ്സും അച്ചപ്പവും മാഗിയും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, M&Mൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട്. എൻ്റെ തിങ്സ് ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, എനിക്കിവിടെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ വല്ലാണ്ട് മാറിപ്പോയി. അപ്പോൾ ഇനി അതെല്ലാം നമുക്കൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇനി നമുക്ക് ബാക്ക് ടു നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഓൾവേസ് മുന്നേ ഒക്കെ ഞാനിങ്ങനെ കഴുകാനായിട്ട് ഡ്രസ്സൊക്കെ കൂട്ടി വെക്കുമായിരുന്നു. ലാസ്റ്റായിരുന്നു എടുത്ത് കഴുകുന്നത്. പക്ഷേ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി ഇതിലാകുമ്പോൾ നമുക്ക് വലിയ പാടില്ല. അതുകൊണ്ട് ഇതിലിടുക, ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക്
ലൈക്ക് ദിസ്. ഇങ്ങനെ ഗൈസ് നമുക്കിത് അടിപൊളി ഒരു മിറർ ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു മിററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് അവിടെ നമ്മുടെ ബ്യൂറോയിലുള്ള ആ ഒരു മിറർ അത്രയ്ക്ക് എന്നുവെച്ചാൽ നമുക്ക് ഫുള്ളി കാണത്തില്ല, ഇങ്ങനെ ബോക്സ് പോലെ വരുന്നത് കൊണ്ട് ഫുള്ളി കാണാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട്. മേക്കപ്പ് എന്ന് പറയാൻ അങ്ങനെ വലിയതൊന്നും ചെയ്യത്തില്ല, ലൈക്ക് ഇവിടെയാണ് നിൽക്കുന്നത്. പിന്നീട് നമുക്ക് ഒന്നെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നെക്സ്റ്റ് എന്ത് കണ്ടൻറ്റ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് അത്രയ്ക്ക് വലിയ വീഡിയോ ഒന്നും അല്ലെങ്കിൽ പോലും ഇവിടെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ എന്തായാലും ഉദ്ദേശിച്ച പോലെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് എനിക്കറിയില്ല. അപ്പോൾ വരുന്ന വ്ളോഗ്സിൽ നിങ്ങൾ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. Okay, thank you for watching. Keep supporting. Thank you. Love you all. Bye.